ഹലോ നമസ്കാരം. അപ്പോൾ ഇതാ നമുക്ക് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ അജ്രക്കിൽ വരുന്ന കളക്ഷൻസാണ് കേട്ടോ ഇന്ന് മിക്കതും കൂടുതലായിട്ടും അജ്രക്കാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കസ്റ്റമേഴ്സ് അജ്രക്ക് എന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതേ പുതിയ അജ്രക്ക് മാത്രമായിട്ടുള്ളത് ഒരുപാടുണ്ട് കേട്ടോ. 320 അജ്രക്കും വന്നിട്ടുണ്ട് കേട്ടോ. അജ്രക്ക് പ്രിൻറ്റിൽ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് അജ്രക്കിൻ്റെ പ്രിൻറ്റുകൾ കൊണ്ടുവരാറില്ല. അപ്പോൾ ഇതാ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. എല്ലാം ചെറിയ ചെറിയ ഡിസൈനിലാണ് കേട്ടോ വന്നിട്ട്. ഇത്രയും അടുത്ത് വെച്ചാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. തൊട്ടടുത്ത് വെച്ചാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ പ്രിൻ്റ് ഉള്ളത് വേണ്ടെന്നാണ് എല്ലാവരും പറയാറുള്ളത്. ചെറിയ പ്രിൻ്റാണ് വേണ്ടതെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തൊട്ടടുത്ത് വെച്ച് വീഡിയോ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ പറയാറുണ്ട് അത് പ്രിൻ്റ് ആദ്യം കണ്ടപ്പോൾ ചെറുതായിട്ട് ഫീൽ ചെയ്തു, പിന്നീട് അത് കൈ കിട്ടുമ്പോൾ അത് വലുതായിട്ടിരിക്കുന്നു എന്നാണ് പറയണത്. പക്ഷേ ഇത് ഇത്രയും വലിപ്പമാണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ എല്ലാം വെറൈറ്റി ഡിസൈനുകളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ റെഡ് എല്ലാത്തിലും ഇപ്പോൾ റെഡ്, കോഫി ബ്രൗൺ, നേവി ബ്ലൂ, ബ്ലാക്ക് അങ്ങനെ ആയിരിക്കും 4 പേരുകളുള്ളതിൽ വരിക. പിന്നെ ഈ ഒരു ഷെയ്ഡിൽ തന്നെ ആയിരിക്കും കേട്ടോ ഏത് കമ്പനി ഏത് ബ്രാൻഡാണ് ഇറക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു 4 കളറിലാണ് അത് വരുള്ളൂ. ചിലതിൽ നമുക്ക് ബ്ലാക്ക് കയറി വരും, ചിലത് കോഫി ബ്രൗണും നേവി ബ്ലൂ ആയിരിക്കും കയറി വരിക. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിന് മുന്നേ ഞാൻ കുറേ ഈ അജ്രക്ക് മാത്രമായിരുന്നു കൊണ്ടുവരാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നേരമാണ് എല്ലാവരും പേസ്റ്റൽ ഷെയ്ഡൊന്ന് ഇറക്കാനായിട്ട് പറഞ്ഞത്. അപ്പം കഴിഞ്ഞ വീഡിയോയിലും അതിന് മുന്നത്തെ വീഡിയോയൊക്കെ നല്ല പേസ്റ്റൽ ഷെയ്ഡുകളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രീ ബുക്കിങ്ങുകാർക്ക് വേണ്ടിയിട്ട് ഒറ്റ ഡിസൈനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് മാത്രമാണ് നമുക്ക് കിട്ടിയുള്ളൂ. വലിയ പൂക്കളുള്ള ആ ഒരു പ്രിൻ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറയണ പോലെ തന്നെ നമുക്ക് പിന്നീട് ചെല്ലുമ്പോൾ അത് ഒരു ചാൻസും ഇല്ല. വേറെ ഏതെങ്കിലും ഒരു പ്രിൻ്റ് അതുപോലെ തന്നെ ഇരിക്കുന്ന വേറെ ഏതെങ്കിലും ഒരു പ്രിൻ്റ് കിട്ടുക, അത്രയാണ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് അങ്ങനത്തെ ഡിസൈനുകൾ കിട്ടുവാണെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ അജ്രക്കിൽ വരുന്ന ഈ പ്രിൻ്റുകൾ ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ബന്ധായതുകൊണ്ട് നമ്മൾ ഇന്നലത്തെ കളക്ഷൻ ഇന്നലെ നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പാഴ്സൽ അയക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഇന്നാണ് അയച്ചത്. അപ്പോൾ ആ കാര്യം ഒന്ന് അറിയിക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു ദിവസം ഡിലേ ആയിരുന്നു ഇന്നലെ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു, അതുകൊണ്ടാണ് അയക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാം നല്ല പ്രിൻ്റാണ്. അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റിയും മെറ്റീരിയൽസും ആണ് കേട്ടോ. പിന്നെ ടോപ്പും ബോട്ടും പലാസോ അടിക്കാനുള്ള ടോപ്പും ബോട്ടും ആയിട്ടുള്ളത് പെയറായിട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്കിപ്പോൾ ഈ അജ്രക്കിൽ മിക്സ് ആൻഡ് മാച്ച് ഇത്തവണ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം അജ്രക്കിൽ വരുന്ന. പിന്നെ DCMൻ്റെ കാര്യം ചിലവർ പറയുന്നുണ്ടായിരുന്നു. DCMൽ ഇത്തിരി കട്ടി കുറഞ്ഞു പോയ പോലെ അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതായത് DCM വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, അവരൊന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയവർ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്? അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അലക്കി കഴിയുമ്പോൾ അത് നല്ല തിക്കായിട്ട് നല്ല കട്ടി കൂടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതായിട്ട് വരുന്നുണ്ട്, നമ്മൾ കാണുന്ന പോലെ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പലർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് പറയുക. DCMൻ്റെ കാര്യം DCM കനം കുറവാണെന്ന് അഭിപ്രായം ചിലർക്കുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ വാങ്ങുമ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് വാങ്ങിയിട്ടുള്ളവർക്ക് അത് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് അത് കാണുമ്പോൾ ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അവരങ്ങനെ പറയണത്. അതിന് മുന്നേ അവർ DCM വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ DCMൻ്റെ ബ്രാൻഡിൻ്റെ ആ ഒരു ഇതിങ്ങനെ പറയുമ്പോൾ അങ്ങനെ വാങ്ങാൻ തോന്നി വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വാങ്ങിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് നമ്മൾ കമൻറ്റ് കണ്ടാണേലും അതിൻ്റെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കതിനെക്കുറിച്ച് മനസ്സിലാവില്ല. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളവർ അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മളിപ്പോൾ എന്തായാലും ഒരു ബിസിനസ് ചെയ്യുന്നവരാണല്ലോ. നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു നല്ലതെന്ന് എനിക്ക് തോന്നണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് DCMൽ അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടുന്ന ബ്രാൻഡുകൾ ഏതാണോ അത് പറയുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം അത് ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം.
പിന്നെ രാഹുൽ ടെക്സോ പ്രിൻ്റ് വർദ്ധമാനും ഗൗരവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. രാഹുൽ ടെക്സോ പ്രിൻ്റ് ആണോ വർദ്ധമാൻ, അല്ലെങ്കിൽ ഗൗരവ്, ശൈലജ, ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഏതാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ കൂടുതലും ഞാൻ കസ്റ്റമേഴ്സിൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ള പ്രിൻ്റുകളാണ് എടുക്കാറുള്ളത് മിക്കതും. ഇപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ 3 വീഡിയോയിലും നമ്മൾ പേസ്റ്റൽ ഷെയ്ഡുകളാണ് കൊണ്ടുവന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു 3 ദിവസമായിട്ട് 4 ദിവസമായിട്ട് പറയുന്നത് അജ്രക്ക് പ്രിൻ്റുകളോട് കുറച്ച് കൂടുതൽ പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അജ്രക്ക് പ്രിൻ്റ് വേണമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിൻ്റുകൾ കൊണ്ടുവന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം നിങ്ങളൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, അതുപോലെ തന്നെ അതിലുപരിയായിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏതൊക്കെ പ്രിൻ്റുകളാണ് വേണ്ടത്, എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പോൾ DCM വേണമെങ്കിൽ DCM തന്നെ നമ്മൾ കൊണ്ടുവരാം. അതുപോലെ റിംസിം അതിനെപ്പറ്റി പല അഭിപ്രായമുണ്ട് കേട്ടോ. ചിലവർ പറയും നല്ല അഭിപ്രായമാണ് പറയണത്, കട്ടി കൂടുതലാണെന്ന് പറയുന്നവരുണ്ട്, കട്ടി കുറഞ്ഞത് ആണ് ഇഷ്ടമെന്ന് പറയുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മെറ്റീരിയലിനോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല നല്ല പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അതുപോലെ തന്നെ അജ്രക്കിൽ 320-ൻ്റെ ബിറ്റുകൾ നമുക്ക് ഇന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് 320 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ചധികം 320 നമുക്ക് പോയിട്ടുണ്ട്, പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പലാസോയും പെയറായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ സിംഗിളായിട്ട് വന്നായിരുന്നു. ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒത്തിരി പേര് അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ പ്രിൻ്റ് പോയിട്ടുണ്ട്, തീർന്നിട്ടുണ്ട്. അത് നമുക്കിനി കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ അടുത്ത ആഴ്ച നോക്കാനാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം, കിട്ടുമെന്ന് നോക്കാം. ഇതൊക്കെ നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ വന്ന നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. നമ്മുടെ വീഡിയോയിലുള്ളതിലും കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ അജ്രക്കിൻ്റെ ഈ മെറ്റീരിയലുകളൊക്കെ ഉണ്ടല്ലോ, അതും നമുക്ക് ബ്ലൗസൊക്കെ അടിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പം ബ്ലൗസൊക്കെ അടിച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഇട്ട് തന്നിട്ടുണ്ട്. പ്ലെയിൻ സാരിക്കൊക്കെ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. നമുക്കിപ്പോൾ അതിൻ്റെ ഫോട്ടോസും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഓരോ കസ്റ്റമേഴ്സും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അവർ അടിക്കുന്ന ടോപ്പായാലും പിന്നെ ഇതിൻ്റെ ഒരു ക്രോപ്പ് ടോപ്സ് ആയാലൊക്കെ എനിക്ക് ഫോട്ടോ ഇട്ട് തരാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സ്റ്റിച്ചിങ് യൂണിറ്റുകളും നന്നായിട്ട് തന്നെ പോട്ടെ. ഇനി ഓണമാണ്, നമുക്ക് കൂടുതലായിട്ട് പർച്ചേസും കൂടുതൽ ഇതും ഇറക്കാനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്. എല്ലാം നമുക്ക് നോക്കാം. പിന്നെ കുറഞ്ഞതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറഞ്ഞത് നമ്മൾ കൂടുതലായിട്ടും എടുക്കാറില്ല, വളരെ കുറഞ്ഞ രീതിയിലാണ് കുറഞ്ഞ മെറ്റീരിയൽസ് എടുക്കാറുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യക്കാരെ നമുക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ 320-ൻ്റെ ആണ് കേട്ടോ ഇതെല്ലാം 320-ൻ്റെ പ്രിൻ്റുകളാണ്. നല്ല അജ്രക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റുകൾ. നമ്മൾ ആദ്യം കാണിച്ചതെല്ലാം 290-ൻ്റെ ബിറ്റുകളാണ് കേട്ടോ. പിന്നെ 320-ൻ്റെ ആയാലും 290-ൻ്റെ ആയാലും വീതി വരുന്നത് 34 to 35 ഇഞ്ചിലാണ് വീതി വരുന്നത്. നീളം അറിയാമല്ലോ 3 മീറ്ററിലാണ് വരുന്നത്. 3 മീറ്ററിൻ്റെ കട്ടായിരിക്കും. 3 മീറ്ററിൻ്റെ കട്ടെന്ന് പറഞ്ഞ് വരുന്നത് 290 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ലോങ് കുർത്തിയൊക്കെ അടിക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും ലോങ് കുർത്തിക്ക്. പിന്നെ സ്ലീവിൻ്റെ അടിയിൽ, അതായത് ആം ഹോളിൻ്റെ അടിയിൽ പീസ് വെച്ചതിന് ശേഷം നിങ്ങൾ അടിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിന് ജോയിൻറ്റ് വരാൻ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ജോയിൻറ്റ് വരാത്ത രീതിയിൽ നമുക്കത് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ടോപ്പ് അടിക്കുമ്പോൾ 3 മീറ്റർ കൊണ്ട് തികയുന്നില്ല എന്നുള്ളത് ചിലവർ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ 17 ഇഞ്ചോളം നമുക്കിതിൽ വീതി കിട്ടും ഓരോ തുണിക്ക്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്ന, നമുക്കിപ്പോൾ ഒരു 44 ആണെങ്കിലും 46 ആണെങ്കിലും ലെങ്ത്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരുന്ന ആ ഒരു പീസ് നമുക്ക് 17 ഇഞ്ചോളം ഇറക്കം കിട്ടും. അപ്പോൾ നമുക്ക് അടിയിൽ ഹാം ഹോളിൻ്റെ അടിയിൽ 2 പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയുക പോലുമില്ല നമ്മുടെ കൈക്ക് പീസ് വെച്ചിട്ടുള്ളതായിട്ട്. നല്ല ലെങ്ത്തിലും അതുപോലെ തന്നെ ഒരു പീസ് വെച്ചൊന്നും തോന്നാത്ത രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
പിന്നെ കൂടുതലും സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എളുപ്പം എപ്പോഴും കൂടുതൽ തുണിയുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചിലവർ അഭിപ്രായം പറയാറുണ്ട് കേട്ടോ. കൂടുതൽ തുണിയുള്ളവർക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കുറച്ച് സമയം കൊണ്ട്. അതുകൊണ്ടായിരിക്കും അവർ കൂടുതൽ ഇത് വേണം തികയില്ല എന്നൊക്കെ പറയണത്. അപ്പോൾ എന്തായാലും ഇത് തികയും. അതുപോലെ തന്നെ മാക്സി അടിക്കാനാണെങ്കിൽ അജ്രക്കിൻ്റെ പ്രിൻറ്റിൽ വരുന്ന തുണികൾ ഒരു 1 ഇഞ്ചെങ്കിലും നിങ്ങൾ ഇറക്കം കൂട്ടിയിട്ട് അടിക്കുക. കാരണം അതൊന്ന് കഴുകി കഴിയുമ്പോൾ പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഒന്ന് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.